എന്താടാ കട്ടവനെയും കൊണ്ട് എന്തുപറ്റി? കൈയൊക്കെ വല്ലാണ്ടായി പോയല്ലോ. പനിയല്ലേ അതാ. പിന്നെ അമ്മൂമ്മയുടെ പുറകെ ആരെങ്കിലും നടപ്പുണ്ടോ? എന്റെ പുറകെ ആര് നടക്കാൻ? അല്ല ഈ വലിയ അപ്പൂപ്പന്മാരുമല്ലോ. അപ്പൂപ്പനാ? ലൈൻ അടിക്കാൻ വല്ലോ. അപ്പുറത്ത് തൊണ്ട പോലും വയ്യ. എന്നിട്ട് നല്ല സൂപ്പർ ആട്ട്. എന്തിനാട്ടി? അത് അവന്റെ ഇൻവെസ്റ്റിഗേഷന് ഭാഗമായിട്ട് കിട്ടിയതാ. സോറി അമ്മൂമ്മ, ഈ ചോദിക്കാൻ പാടില്ല എന്നറിയാം, എന്നാലും ആ ഒരു ഇതിലങ്ങ് ചോദിച്ചു പോയതാണ്, ക്ഷമിക്കണം. ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗം പോകുമ്പോ ഇങ്ങനെ പലതും കിട്ടൂലേ. പോട്ടാ വേണ്ടായിരുന്നു. സിദ്ധുവേ, ചെറുക്കൻ എന്തോ വള്ളി പിടിച്ചിട്ടുണ്ടെന്നാ തോന്നണേ, ഒന്ന് നോക്കിക്കോളേ. ഇവിടെ എന്റെ വള്ളി പിടിച്ചത് തന്നെ നോക്കാൻ എനിക്ക് സമയമില്ല, പിന്നെയാണ് അവന്റെ വള്ളി. ഇപ്പൊ നോക്കിയില്ലെങ്കിലേ ഈ വള്ളി ആന വള്ളിയാവും, പിന്നെ നമുക്ക് ഇരട്ടി പണിയാവും. അതുകൊണ്ട് ഇപ്പൊ നോക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇടപെടാ അല്ലേ? ഇതാരടാ അത്? ചേട്ടാ, ചേട്ടന്റെ ഫോണും തരാമോ? എന്തിനാ? എനിക്ക് കുറച്ച് ഫ്രണ്ടിനെ വിളിക്കാൻ. ഫ്രണ്ട്സിനെ വിളിക്കാൻ. ഫ്രണ്ട്സ്? കുഞ്ഞു പപ്പിയെ. പണ്ഡിതനെ വിളിക്കാനോ? അവനായിരിക്കൂ. എന്താ? ഒന്നുമില്ലടി മക്കളെ, ചോദിച്ചിട്ട് കാര്യമില്ലെന്നറിയാം, എന്നാലും ചോദിക്കുകയാണ് ചുമ്മാ. പാറക്കുട്ടി, നിന്നെ ആരെങ്കിലും കുട്ടി എന്ന് വിളിക്കാറുണ്ടോ? ചേട്ടനിപ്പൊ എന്നെ പാറക്കുട്ടി എന്നല്ലേ വിളിച്ചേ? പാറക്കുട്ടിയല്ല, വെറും കുട്ടി, അഥവാ ഈ പ്രിയപ്പെട്ട കുട്ടി. പ്രിയപ്പെട്ട കുട്ടി അങ്ങനെ എന്നെ ആരും വിളിക്കാറില്ല. അല്ലാതെ നിന്റെ ക്ലാസ്സിൽ കൂടെ പഠിക്കുന്ന ആമ്പിള്ളേര് കാണുമല്ലോ, അമ്മാരും വല്ലതും പുറകെ നടക്കാറോ വല്ലോ ഉണ്ടോ? എന്ത് പറയാനാട്ടാ, എനിക്ക് സൗന്ദര്യം കൂടിപ്പോയില്ലേ. നീ പറ, ആരെയും നടക്കാറുണ്ടോ? ചേട്ടൻ്റെ അടുത്ത് പറയാനൊന്നും ആയിട്ടില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ചേട്ടൻ എനിക്ക് ഫോൺ തരുമോ ഇല്ലയോ? തരൂല്ല. അല്ലെങ്കിലും ചേട്ടൻ എൻ്റെ അടുത്ത് ഒരു സ്നേഹവും ഇല്ല, ഞാൻ ഇനി മിണ്ടത്തില്ല. എന്തോ കൊച്ചടാ അത്. പ്രശ്നമാണെങ്കിൽ പറയാതെ പോലും. എന്താടാ വായിക്കല്ലേ? എന്താ വായിച്ച കുഴപ്പം? വായിക്കല്ലേ? വായിച്ചത് കുഴപ്പം? പ്രിയപ്പെട്ട കുട്ടി, ലവ് ചിഹ്നം. അളിയാ, ലവ് ലെറ്ററാ? മെർലിൻ? പിന്നെ വേറെയാ? എന്റെ അളിയ അറ്റ് എ ടൈം ഒരെണ്ണത്തിന് കോൺസെൻട്രേറ്റ് ചെയ്യും. കുറെ എണ്ണം പിടിക്കാൻ പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല കേട്ടോ. അനുഭവം കൊണ്ട് ഞാൻ പറയുക. ഇതാണ് എനിക്ക് അങ്ങോട്ടും പറയാനുള്ളത്. എന്റെ അടുത്തോ? എന്താടാ ഈ ലെറ്ററൊക്കെ അനാർക്കലി ടീച്ചർ എഴുതിയതാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അപ്പൊ ഈ ലെറ്റേഴ്സ് ഒന്നും നിനക്കൊന്നും അല്ലേ? അല്ല. പിന്നെ ഈ ലെറ്ററൊക്കെ ഗേറ്റിന്റെ സൈഡിൽ ഇരുന്ന് ഞാൻ അവിടെ കിടന്നോ? സത്യം പറയലേ, ടീച്ചർ ഉണ്ടെന്ന് വെച്ചാൽ തന്നെ. അളിയടാ, അനാവശ്യം പറയരുത് കേട്ടാ. എടാ, അവിടെ എന്റെ നല്ലൊരു ഫ്രണ്ടാ. ചുമ്മാ നീ ഇങ്ങനെയൊക്കെ പെരുമാറിയ എങ്ങനെയാ? കുടുംബം ഉണ്ടാക്കാതെ. നാളെയോ അനലേശയോ നോക്കിയത് വായിക്കട്ടെ. അയച്ചു. അളിയാ, എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോഴേ ഇതൊരു ഫീമെയിൽ എഴുതിയതല്ല, ഇത് മെയിൽ എഴുതിയതാ. അതായത് ഒരു പുരുഷൻ എഴുതിയ ലവ് ലെറ്റർ ആണ് ഇത്. ലവ് ലെറ്റേഴ്സ്. അപ്പോ ഇവിടെ ഉള്ള സ്ത്രീജനങ്ങൾക്ക് ആർക്കോ ഉള്ളതാണ് ഈ ലെറ്റർ. എന്താണല്ലോ എന്റെ ലെറ്റേഴ്സിന്റെ അല്ല. പറയാൻ പറ്റത്തില്ല. അളിയാ, അളിയാ
മറ്റേ അവൻ പുറകെ നടപ്പുണ്ട് മീട്ടു 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 നെച്ചു ആയിരിക്കില്ലടാ, നെച്ചിന് വന്നല്ല. ഇപ്പം നെഞ്ചിനകത്തൊരു തീ വരുന്നില്ലേ, ആ തീ കുറെ നേരം ഇവിടെ കിടന്ന് കത്തിക്കൊണ്ടിരിക്കുക. എങ്ങനെ കണ്ടുപിടിക്കും? ആലോചിക്കണം. അളിയാ അളിയാ, ആ നമ്മളെന്തിനാണ് ഇവിടെ നിൽക്കുന്നേ? എഴുത്ത് വെച്ചിട്ട് പോണവനെ പിടിക്കണ്ടല്ലേ? അതിനാണല്ലോ വെളുപ്പിന് പോലെ ഉറക്കം കളഞ്ഞൂടെ നിൽക്കണേ. അയ്യാ, അപ്പൊ മെനഞ്ഞാന്ന് കത്തെഴുതി വെച്ച്, ഇന്നലെ അവൻ കത്തെഴുതി വെച്ച്, അപ്പൊ അവൻ ഇന്ന് കത്തെഴുതി വെക്കാൻ എന്തായാലും വരാതിരിക്കൂലല്ലോ. വരുമ്പോ നോക്കും, ഏറിലിട്ട് ഇടിക്കുകയും ചെയ്യും. അവൻ തന്നെ അളി, ഇതവൻ തന്നെ, ഇതവൻ തന്നെ. നീ എന്താ ഇവിടെ? ഞാൻ അപ്പൊ നീ ആയിരുന്നല്ലടാ അത്? നിനക്ക് അറിയോനെ? ശിവുവിന്റെ കൂട്ടുകാരനാണ്. യവന്റെ മൊബൈൽ കടയിലാണ് അന്ന് കനകാന്റെ കൊണ്ടുപോയി കിഡ്നാപ്പ് ചെയ്ത് വെച്ചത്. ഓ, അവനാണ് ഇവനല്ലേ? അയ്യോ, അറിഞ്ഞില്ല. അടിക്കല്ലേ അടിക്കല്ലേ. ഒരു മിനിറ്റ് എന്റെ കൈ കൂടെ. ഇനി പറ, എന്ത് അന്നെന്താ നീ അങ്ങനെ ചെയ്തേ? അതൊരു കയ്യബദ്ധം പറ്റിയതാ. അവന്റെ കൈ 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 യവനാ ശിവുവിന്റെ ദൂതുമായിട്ട് വന്നേണവേ. വിജയകാന്ത്. എന്നാ ഞാൻ രജനീകാന്തടാ. എന്താണ് പ്രശ്നം? എന്താ ആടാ പ്രശ്നം പറയടാ, നീ പ്രശ്നം പറ. ഷിബുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല കുറച്ച് ദിവസമായിട്ട്. അതിന് ഞാൻ കൂട്ടുകാരോട് ചോദിച്ചപ്പോ അവൻ ഈ വീടിന്റെ പരിസരത്തുണ്ടാവും പറഞ്ഞു. കള്ളം 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 പച്ചക്കള്ളം അല്ല, എന്റെ മൊബൈലിലൂടെയാണ് സത്യം. ഞാൻ ഷിബുവിനെ തിരക്കി വന്നതാ. 2-3 ദിവസമായിട്ട് അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇപ്പൊ ഫ്രണ്ട്സാ പറഞ്ഞത് അവൻ ഈ വീടും പരിസരത്തൊക്കെ കാണുമെന്ന്. സത്യം പറയടാ, നീ അല്ലടാ ഈ ലവ് ലെറ്റേഴ്സ് ഇവിടെ കൊണ്ടുവച്ചേ? ലവ് ലെറ്ററാ? ലവ് ലെറ്ററാ കാണിച്ചേ? പ്രിയപ്പെട്ട കുട്ടിയാ ഇത്. ഇവിടെ കിട്ടിയതാ? ഗേറ്റിന്റെ ഇവിടെ. ചേട്ടാ. ചേട്ടനാ? എനിക്കത്ര പ്രായമൊന്നുമില്ല. ഇത് താൻ എഴുതിയതാണോ? ഞാനല്ല, എനിക്ക് എഴുതാനും വായിക്കാനും പറഞ്ഞുകൂടാ. നീ കൈവിട്ടെ, വണ്ടി എടുത്തോണ്ട് പോന്നു. ഞാനില്ലേ രണ്ടിനും റോട്ടി കിടന്ന് അരി ഉണ്ടാക്കാൻ. ഇതുകൊണ്ടായിരുന്നല്ലേ എന്റെ അടുത്തും കനകാന്റെ അടുത്തും അമ്മൂമ്മ അടുത്തൊക്കെ ഓരോന്ന് കുത്തി കുത്തി ചോദിച്ചോണ്ടിരുന്നേ. എന്റെ കിണി. ചേച്ചി ഒന്ന് തന്നെ, ഒന്ന് വായിച്ചു നോക്കട്ടെ. എന്നാ അയ്യോ, മലയാളമാണോ? ഇംഗ്ലീഷ് ആണെങ്കിൽ ഇപ്പോഴും കമത്തിയല്ലേ. എന്തായാലും ആരെ ചെയ്തെന്ന് കണ്ടുപിടിക്കണമല്ലോ. ഞങ്ങളും അതിനുള്ള കഷ്ടപ്പാടില്ലായിരുന്നു. കണ്ടുപിടിക്കാൻ നിങ്ങാനും വരുവോടെ വിശക്കട് മനുഷ്യന്. ചേച്ചി പറഞ്ഞ കേട്ടാത്തൊന്നും അവൻ വരുമെന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന പോലാണല്ലോ. എപ്പോഴെങ്കിലും വരും. അപ്പോൾ വരുമെന്ന് ആർക്കറിയാം. വരുമ്പോൾ എന്തായാലും തൂക്കും. പിന്നെ എനിക്ക് വിശക്കണില്ലേ? എന്നാ വരുമ്പോ നിങ്ങൾ വിളിക്ക്, ഞാൻ പോവാ.
പറന്ന് സൈക്കിൾ ടീംസ് എത്തിയല്ലോ. ചേച്ചി ഇന്ന് അമ്മാരോടെ കളിക്കാൻ പറ്റണ്ട കേട്ടോ. ഇന്നലെ മുതലാളി പോയിട്ടേ ഞാൻ നോക്കുമ്പോ ലെവൻ കിച്ചു അവൻ കുഞ്ഞിക്കണ് പാറു ഓടി ഒന്ന് ചാവുട്ടി ഒരു ചാട്ടം. തെന്നിയെല്ലാം പോയാ പൊന്നു ചേച്ചി. പിള്ളേരല്ലടാ, അവരെൻജോയ് ചെയ്യട്ടെ. നമുക്കോ പറ്റിയില്ല, നമുക്ക് പെട്ടെന്ന് വലുതായി പോയല്ലേ. ചേച്ചിനെപ്പോ വളർന്ന് വെക്കട്ടെ. അളിയാടാ അമ്മേ യവന്മാരാ. എന്താ പരിപാടി? എന്നെ വെച്ച് നല്ല കാറ്റില്ല, അപ്പൊ കാറ്റ് കൊള്ളാൻ വേണ്ടി വന്നതാ. ആ ഇവിടെ വന്ന കാറ്റ് കൊള്ളാൻ പറ്റും. നിന്റെ അടുത്ത് ആരാ പറഞ്ഞേ? അല്ല, നല്ല കാറ്റുള്ളാരം വന്ന് നിന്നതാ. അയ്യടാ നമ്മളാരും കണ്ടില്ല ഏട്ടാ. അതെ അതെ. കിച്ചുമോനെ ചക്കര ഇങ്ങോട്ട് ഇറക്കല്ലേ നീ? ഒന്നുമില്ല. ഓടിയാലോ? ഓടിയാ ഞാൻ ഓടിച്ചിട്ട് തല്ലും. ആ കയ്യിലിരിക്കുന്ന സാധനം ഇങ്ങത്താ. വേണോ? വേണം. എടാ പെട്ട്. ലവ് ലെറ്റർ. ഇതാർക്കുള്ളതാ? ചേച്ചിക്കുള്ളതാ? ചിരിക്കല്ല. മുഖത്തടിച്ചോലെ പറഞ്ഞവൻ. ഓക്കെ, പിന്നെ ആർക്കാ? എടാ കിച്ചു പറയടാ. ചേട്ടാ, ഞാൻ ഇവിടെ കമ്പനിക്ക് വന്നതാ. ഇവനെനിക്ക് ഐഡിയ പറഞ്ഞ. എടാ ഇത് ആർക്കാ എഴുതിയെന്ന് പറയടാ. അത് പാറക്കുട്ടിക്ക് എഴുതിയതാ. ഇവന് പറയുന്ന ഭയങ്കര ഇഷ്ടോ. മലയാളത്തിൽ ലവ് ലെറ്റർ എഴുതി ഇവിടെ വെച്ചാ പാറു വായിക്കുന്നു. നിന്റെ അടുത്ത് ആരാ പറഞ്ഞു? ഇവനാ പറഞ്ഞു. എടാ മണ്ടന്മാരെ, അവക്ക് മലയാളം വായിക്കാൻ അറിഞ്ഞുവിടറാ. അതൊക്കെ പോട്ട് ഈ കത്താര എഴുതുന്ന എന്റെ ചേട്ടൻ 100 രൂപ മേടിച്ച് എത്ര കത്താണെങ്കിൽ എഴുതി തരും. ഡേയ് ഈ കൊടുക്കാനുള്ള 100 രൂപ നിനക്കൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞ പോലെ? അപ്പം പോക്കറ്റ് മണി വന്നത്. 100 രൂപ പോക്കറ്റ് മണിയാ. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തേ 2 രൂപ വരും. 1 രൂപ അങ്ങോട്ടും 1 രൂപ ഇങ്ങോട്ടും. 2 രൂപ? 2 രൂപ. എന്താ ഇത് പ്രശ്നം? പാറൂസേ, നിന്നെ കാണാൻ വേണ്ടി വന്നതാ. ഹായ് കിച്ചു. ഹായ് ടുഡു. ഹായ്. ക്രഷ് വന്ന സ്ഥിതിക്ക് നേരിട്ട് തന്നെ കൊടുത്തോ. കടം മരിക്കുന്നു. വായിരി മക്കളെ. എന്ത് എഴുതിയിരിക്കുന്നേ? മലയാളോ? ചോദിച്ചു വെച്ചോ, കൂട്ടി വായിക്കാൻ പഠിക്കുമ്പോ നമുക്ക് വായിക്കാം.